സ്വർഗത്തിൽ സന്തോഷമുണ്ടി നേരത്ത് നഷ്ടമായി പോയൊരാളിതാ നല്ലിടയൻ തേടി ചെന്നു കണ്ടു തൻ തോളിലേറ്റി കൊണ്ടുവന്നവോ ദൈവദൂതരെ പാടിയിടുവിൻ സർവ്വശക്തരെ നിങ്ങൾ രക്ഷിതാവിനാനന്ദം മഹത്തരം ഘോഷിക്കണം നാമെല്ലാവരും. സ്വർഗത്തിൽ സന്തോഷമുണ്ടി നേരത്ത് രക്ഷപ്പെട്ട പാപിക്കായഹോ സ്വർഗതാതൻ ഓടി വന്നുടനിതാ സ്നേഹമോടെ ചുംബിച്ചിടുന്നു ദൈവദൂതരെ പാടിയിടുവിൻ സർവ്വശക്തരെ നിങ്ങൾ രക്ഷിതാവിനാനന്ദം മഹത്തരം ഘോഷിക്കണം നാമെല്ലാവരും. സ്വർഗത്തിൽ സന്തോഷമുണ്ടി നേരത്ത് അക്രമങ്ങളാൽ മരിച്ചവൻ ജീവൻ പ്രാപിച്ചെന്നും സ്വർഗരാജ്യത്ത് ദൈവ പൈതലായി ഭവിച്ചിപ്പോ ദൈവദൂതരെ പാടിയിടുവിൻ സർവ്വശക്തരെ നിങ്ങൾ രക്ഷിതാവിനാനന്ദം മഹത്തരം ഘോഷിക്കണം നാമെല്ലാവരും. ഗ്രീറ്റിംഗ്സ് ഇൻ ദ ഹോളി നെയിം ഓഫ് ദ ട്രയൂൺ ഗോഡ്. ബഹുമാനപ്പെട്ട അച്ഛന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് 2 Chronicles ചാപ്റ്റർ 20 വേഴ്സസ് 15 സെക്കൻഡ് ഹാഫ് ഞാനൊന്ന് വായിക്കട്ടെ. 2 ദിനവൃത്താന്തങ്ങൾ 20 അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഹാഫ് ഞാനൊന്ന് വായിക്കട്ടെ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. The Lord says that you must not be discouraged or be afraid to face this large army. The battle depends on God, not on you. നമുക്ക് കഥയുടെ പശ്ചാത്തലത്തിലേക്ക് പോകാം. യഹോശഫാത്ത് രാജാവ് ജെറുസലേമിൽ പാർത്തുവെങ്കിലും ബർഷേബ മുതൽ ജെറുസലേം മലനാട് വരെ ജനത്തിൻ്റെ ഇടയിൽ സഞ്ചരിച്ച് അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തി. നല്ല റിഫോർമേഷൻസ് ഒക്കെ നടപ്പാക്കി. അപ്പോൾ അതാ ഒരു നാഷണൽ ക്രൈസിസ്. മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും, മെയൂന്യർ എന്ന് പറയുന്നത് സെയൂർ പർവ്വതക്കാരാണ്, കൂടെ യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. Yes, the Moabites and their allies declared war upon Judah, and word reaches Jerusalem that a vast army is marching towards the holy city. Jehoshaphat is badly shaken by this terrifying news and calls for a national time of fasting and praying. People from all over the nation flock to Jerusalem to join their king as he himself leads in public prayer beside the temple. നമ്മൾ കാണുന്നത് ചിലർ വന്ന് യഹോശഫാത്തിനോട് പറയുകയാണ്, കടലിനരികിൽ നിന്ന്, അരാമിൽ നിന്ന് ഒരു വലിയ ജനസമൂഹം നിന്റെ നേരെ വരുന്നു.
ഇതാ അവർ എൻഗതി എന്ന ഹസസോൻ താമാരിലുണ്ട് എന്നറിയിച്ചു. യഹോശഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടു. We must remember one thing. Jehoshaphat had a reasonably good strength of army, yet he chose to seek the God rather than depending on his army. യഹൂദയിൽ ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. സകല നഗരങ്ങളിൽ നിന്നും യഹൂദന്മാർ യഹോവയെ അന്വേഷിപ്പാൻ ഒരുമിച്ച് കൂടി. യഹോശഫാത്ത് രാജാവ് യഹോവയുടെ പിതാക്കന്മാരോടുള്ള ഉടമ്പടി ഓർമ്മിപ്പിച്ചുണർത്തി യഹോവയോട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളുമൊക്കെ ഓർത്ത് നന്ദി കരേറ്റുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്നറിയുന്നില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കിലേക്ക് ഉയർത്തിയിരിക്കുന്നു. നമ്മൾ നോക്കണം അവിടെ, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. യഹൂദ്യർ കുടുംബസമേതം യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശഫാത്ത് രാജാവുമേ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവേൻ. ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടെ കയറി വരുന്നു. നിങ്ങൾ മരുഭൂമിക്കെതിരെ തോട്ടിൻ്റെ അറ്റത്ത് വെച്ച് അവരെ കാണും. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ. യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. എന്തൊരു വലിയ വാഗ്ദത്തമാവും നോക്കിക്കേ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. എന്തിനാ? യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ നിങ്ങൾ കാണും. യഹോവ നിങ്ങളോടുകൂടെ ഉണ്ട്. ഇവിടെ നാം ചില കാര്യങ്ങൾ വിലയിരുത്തേണ്ടതാണ്. ശത്രു ആക്രമണത്തിന് വരുന്നു എന്ന് കാണുമ്പോൾ തൻ്റെ രാജ്യത്തെ ആർമിയുടെ സ്ട്രെങ്ത്, വെപ്പൺട്രി ഒക്കെ ആദ്യം നോക്കും രാജാക്കന്മാരെ. പിന്നെ സ്നേഹിതരായുള്ള അയൽ രാജ്യക്കാരോട് സഹായം അഭ്യർത്ഥിക്കും. അവരുടെ സൈന്യങ്ങളും വെപ്പൺട്രിയും വരും. ചിലപ്പോൾ ഒരു ട്രീറ്റിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ശത്രുവിനോട് എതിരിടാനായിട്ട് നോക്കും. എന്നാൽ ഇവിടെ നാം കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. യഹോശഫാത്തിന് നല്ല സൈന്യബലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയിലോ അയൽ രാജ്യങ്ങളുടെ സഹായത്തിലോ ഒന്നും യഹോശഫാത്ത് ആശ്രയിക്കുന്നില്ല. സർവശക്തനായ യഹോവയുടെ സഹായം മാത്രമാണ് തേടുന്നത്. താൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക. ഈ വലിയ സൈന്യത്തോട് എതിർപ്പാൻ ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതേ നമുക്ക് വീണ്ടും വചനത്തിലേക്ക് നോക്കാം. യഹോവയുടെ അരുളപ്പാട് കേട്ട യഹോശഫാത്ത് രാജാവ് സാഷ്ടാംഗം വണങ്ങി. ജനമൊക്കെയും യഹോവയുടെ മുൻപാകെ വീണ് നമസ്കരിച്ചു. രാജാവ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചപ്പോൾ ജനമൊക്കെയും യഹോവയുടെ സന്നിധിയിൽ വീണ് നമസ്കരിച്ചു. ലേവ്യർ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ യഹോശഫാത്ത് ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. അത് നോക്കി അവിടെ പറയുന്നത്, രാജാവ് പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ച് വസ്ത്രാലങ്കാരം ധരിച്ച് സൈന്യത്തിൻ്റെ മുൻപിൽ നടന്നുകൊണ്ട് യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് വാഴ്ത്തി ചൊല്ലുവാൻ യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. ഇവിടെ അഗെയിൻ ദർ ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു അണ്ടർലൈൻ.
അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ശത്രുപാളയത്തിന് നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോവ ശത്രുപാളയത്തിന് നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അമ്മോന്യരും മോവാബ്യരും കൂടെ സെയീർ പർവ്വതക്കാരോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും തമ്മിൽ അന്യോന്യം നശിപ്പിച്ചു, അന്യോന്യം കൊന്നുകളഞ്ഞു. യഹൂദ്യർ മരുഭൂമിയിൽ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ പുരുഷാരം അഥവാ ശത്രു സൈന്യം മുഴുവന് ശവങ്ങളായി കിടക്കുന്നു. ഒരുത്തിനും ഓടിപ്പോയിരുന്നില്ല. യഹോശഫാത്തും അവൻ്റെ പടയാളികളും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ ധാരാളം സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളുമൊക്കെ കണ്ടെത്തി. 3 ദിവസം അവർ കൊള്ളയിട്ടു. 4-ാം ദിവസം അവരെ ബെരാഖ താഴ്വരയിൽ ഒരുമിച്ച് കൂടി യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു. അസാധാരണമായിട്ടുള്ള ഒരു യുദ്ധം, താങ്ക്സ് ഗിവിങ്. അതെ, യഹോവ അവർക്ക് ശത്രുക്കളുടെ മേലെ ജയസന്തോഷം നൽകിയത് കൊണ്ട് പടജനങ്ങളും യഹോശഫാത്തും കൂടെ സന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ വീണയോടും കിന്നരത്തോടും കാഹളത്തോടും കൂടെ യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയെ സ്തുതിച്ചു. യഹോവ ഇസ്രയേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൽ യഹോവയെക്കുറിച്ചുള്ള ഭീതി, ഇസ്രയേലിനെ കുറിച്ചുള്ള ഭീതിയും സകല ദേശത്തും ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളവിടെ കാണുന്നത്, ഇങ്ങനെ ഒരു യുദ്ധം ആരെങ്കിലും എവിടെയെങ്കിലും നടന്ന് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഈ യഹോവയുടെ അരുളപ്പാടാ, ഈ യുദ്ധം യഹോവയ്ക്കുള്ളതാ, നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന്. അതെ, യഹോവയുടെ വാക്ക് എപ്പോഴും, വാക്ക് പറഞ്ഞാൽ യഹോവ വാക്ക് പാലിക്കും. അതെ, അവരെ പാടി സ്തുതിച്ചപ്പോൾ മോവാബ്യരും അമ്മോന്യരും സെയീർ പർവ്വതക്കാരും തമ്മിൽ യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കുക ചെയ്തേ. ഇവരെ ഒരു വാളുപോലും ഓങ്ങേണ്ട ആവശ്യം വന്നില്ല. അവർ ഗോപുരത്തിനടുത്ത് എത്തുമ്പം, കാവൽ ഗോപുരത്തിനടുത്ത് ചെല്ലുമ്പം കാണുന്നത് ശത്രു സൈന്യം മുഴുവൻ ശവങ്ങളായി കിടക്കുന്നതാണ്. ഒരെണ്ണവും ഓടിപ്പോയിരുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ദൈവം യുദ്ധം ഇസ്രയേലിന് വേണ്ടി ചെയ്തുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ബെരാഖ താഴ്വരയിൽ കൂടി, അതെ, ബെരാഖ താഴ്വരയ്ക്ക് ഉള്ള ഒരു അർത്ഥം ബ്ലസ്സഡ് എന്നൊറ്റോ ആണെന്ന് തോന്നുന്നു, ബ്ലെസ്സിങ് എന്നാ. അവിടെ വെച്ച് അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയും വാദ്യഘോഷങ്ങളോടുകൂടെ യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്ന് തങ്ങൾക്ക് ജയം തന്ന ദൈവത്തിന് ജയഘോഷം ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് നമ്മളവിടെ കാണുന്നത്. വീണയോടും കിന്നരത്തോടും കാഹളത്തോടും കൂടെ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് യഹോവയെ സ്തുതിച്ചു. യഹോവ ഇസ്രയേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൽ ദൈവഭീതി സകല ദേശത്തും ഉണ്ടായി എന്നും നമ്മളവിടെ വായിക്കുന്നു. For the sake of our youngsters, I would like to explain this battle in English. Early the next morning, the army of Judah marches forth to meet the enemy. In consultation with the associates, Jehoshaphat determines to let the choir lead the march, clothed in sanctified garments and singing, "His mercy endureth forever. His mercy endureth forever." As soon as they started singing, God caused consternation among the troops of the foe, and they began fighting among themselves. Surely no other battle in history was won like this battle. Here, songs defeated spears, and hosannas proved stronger than horses. 4 days after the battle, after gathering all the immense loot discarded by the enemies, all the Judeans gathered in the valley called Baraka, which means blessings, and again had a heavenly hallelujah hour of praising God. നമ്മൾ അവിടെ കാണുന്നത് പിന്നെയും ദൈവത്തിന് സ്തുതി പാടുന്ന, അതെ, രാജാവിനെയും സൈന്യത്തെയുമാണ്.
പ്രിയമുള്ളവരെ, നമ്മൾ പുതിയ നിയമത്തിൽ നോക്കിയാലും പൗലോസും ശീലാസും പ്രിസൺ സെല്ലിൽ കിടന്ന് പാതിരാത്രിക്ക് പാടി സ്തുതിച്ചത് നമുക്കറിയാം. ഫിലിപ്പൈനിലുള്ള പ്രിസണിൽ അവരായിരുന്നപ്പോൾ പാതിരായ്ക്ക് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാര് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ഭൂകമ്പമുണ്ടായി. അവർ പാടി സ്തുതിച്ചപ്പം ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹ വാതിലുകൾ തുറന്നു. തടവുകാരുടെ ചങ്ങലകൾ പൊട്ടി വീണു. വാതിലുകൾ തുറന്നു കിടന്നത് കൊണ്ട് തടവുകാരെല്ലാം ഓടിപ്പോയി എന്ന് വിചാരിച്ച് കാരാഗ്രഹ പ്രമാണി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പത്രോസ് പറയുകയാണ്, പൗലോസ് പറയുകയാണ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന്. നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന്. നമുക്ക് ഒരു കാര്യം അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. സ്തുതിഗീതങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതിനാൽ തടവുകാരും ഓടിപ്പോയില്ല. അല്ലെങ്കിൽ വാസ്തവത്തിൽ തടവറ വാതിലുകൾ തുറന്ന് ചങ്ങലകളെല്ലാം അഴിഞ്ഞു പോയ സമയത്ത് പല തടവുകാർക്കും ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ they were all concentrated on the songs and praises. കാരാഗ്രഹത്തിനകത്ത് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുമ്പോഴേ അവരത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതിനാൽ ഒരു മനുഷ്യൻ പോലും ഓടിപ്പോയില്ല. അത് നിമിത്തം ആ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിക്കാനും അത് കാരണമായി എന്ന് നാം അറിയുന്നു. നമ്മൾ ഈ പാൻഡമിക് നിമിത്തവും അതിൻ്റെ വേരിയൻസ് ആയ സ്ട്രെയിൻ നിമിത്തവും ഒക്കെ ലോകം മുഴുവനും ഇന്ന് ഭയവിഹുലരാണ്. ഇപ്പോൾ പറയുന്നത് കൊറോണ വൈറസ് വന്ന ആളുകളും പിന്നെയും വളരെ വളരെ സൂക്ഷിക്കണം എന്നൊക്കെയാണ് നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ കാണുന്നത്. ലോകത്തൊരിടത്തും ഒരു സമാധാനമില്ല. പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും ദുർഘട സമയങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 2021 ആരംഭ സമയത്ത് നമ്മൾ വന്നിരിക്കുക. കർത്താവെ, കഴിഞ്ഞ വർഷത്തിൽ എന്തെല്ലാമാ സംഭവിച്ചെന്ന് നമുക്കറിയാം. പക്ഷെ വാട്ട് ഈസ് ഇൻ സ്റ്റോർ ഫോർ us ദിസ് ഇയർ അത് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങിയും ഉറങ്ങുകയും ചെയ്യാതെ സൂക്ഷിക്കുന്ന കർത്താവ് നമ്മളെ സൂക്ഷിപ്പാന് മതിയായവനാണെന്ന്. അത് പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴേ, നമ്മൾ ദുർഘട സമയങ്ങൾ വരുമ്പോഴേ കർത്താവിങ്കിലേക്ക് യഹോശഫാത്ത് നോക്കിയതുപോലെ നമുക്ക് കർത്താവിങ്കിലേക്ക് കണ്ണുയർത്താം. അപ്പം ഇതെനിക്ക് വഹിക്കാവതല്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, നീ മാത്രമാണ് കർത്താവെ എനിക്ക് ആശ്രയമെന്ന് നമുക്ക് കർത്താവിനോട് പറയാം, പ്രാർത്ഥിക്കാം, കരയാം. സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. യുദ്ധം നിനക്കുള്ളതല്ല, ദൈവത്തിൻ്റെതത്രയെന്ന ആ ദൈവത്തിൻ്റെ മനോഹര ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 2021 നമ്മുടെ സ്വന്തം കഴിവിലോ നമ്മുടെ സ്വന്തം നീതിയിലോ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്നല്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യമാർന്ന കരങ്ങളിൽ നമ്മളെ വഹിക്കും, താങ്ങി നടത്തും. നമ്മുടെ സകല കാര്യങ്ങളിലും അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവം. നമുക്കറിയാം, അവങ്കിലേക്ക് നോക്കിയവരെ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ലെന്ന്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം നടത്തും. നമുക്ക് വേണ്ടി ഓരോ ദിവസവും നമ്മൾക്കായിട്ട് അവന് വഴികൾ ഒരുക്കും, നമ്മളെ സഹായിക്കും. അവൻ്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, 2021 മുഴുവനും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കണമേ. ഞങ്ങളെ വഴി നടത്തണമേ. അവിടുന്ന് കരം പിടിച്ച് നടത്തുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമെന്ന് നമുക്ക് കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ ചെങ്കടല രണ്ടായി പിളർക്കുന്നത് നമുക്ക് കാണാം. അത് ഏലിയാ പ്രവാചകൻ കേട്ടതുപോലെ വിശ്വാസത്താൽ ഒരു കാർമേഘത്തിൻ്റെ ഒരു കണിക പോലും കാണുന്നതിന് മുൻപേ അത് മഴയുടെ വലിയ ഘോഷം കേൾക്കുവാൻ തക്കവണ്ണം ഏലിയാ പ്രവാചകൻ ഇടയായതുപോലെ വിശ്വാസത്താൽ നമുക്ക് പല കാര്യങ്ങളും സാധിക്കുന്നത്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. 2021 അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി ദൈവം തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാണുന്നത് അതെ, നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ പലതും നമ്മൾ കണ്ടാലും ദൈവം നമ്മെ കൈവിടത്തില്ല, അനുഗ്രഹിക്കും, നടത്തും.
ദൈവഹിതത്തിന് ജീവിപ്പാന് പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ്യ, 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 ഹാലലൂയ്യ. സകല നന്മയുടെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ ആ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ കർത്താവെ, എന്തെല്ലാം സംഭവ ബഹുലമായ ഒരു ലോകമാണ് ഞങ്ങളെ വിട്ട് കടന്നുപോയത്. പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും, അതേ അനേകർ പട്ടിണിയിൽ പൈതാഹത്തിലൊക്കെ ആയത് ഞങ്ങൾ കണ്ടു. അനേകർ കർത്താവെ, അതേ ശ്രേഷ്ഠന്മാർ ഈ ലോകത്തിൽ നിന്ന് നൊടിയിടയിൽ മാറ്റപ്പെട്ടു. കർത്താവെ, ഞങ്ങൾ പല പല അനിഷ്ട സംഭവങ്ങളും കണ്ടു. എന്നാൽ കർത്താവെ, ഞങ്ങൾക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതിശയകരമായിട്ട് നടത്താൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ, അപ്പ ഞങ്ങളെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ 2000-ൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരിക്കണമെന്ന് ശമൂവേലെ സേനനും മിസ്പയ്ക്കും മധ്യേ ഒരു കല്ല് നാട്ടി ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ആ ദൈവം ഇനി മേലാലും സഹായിക്കാൻ വിശ്വസ്തനാണെന്ന് കണ്ടുകൊള്ളുവാൻ ഞങ്ങൾക്കിടയാക്കണേ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടുത്തെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് ഈ വർഷക്കാലം അടിയങ്ങളെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് അടിയങ്ങളുടെ ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. 2021 ഞങ്ങൾ എന്തെല്ലാം ചെയ്യണം അത് അപ്പൻ അറിയുന്നുണ്ട്. അപ്പൻ്റെ ഹിതപ്രകാരം അപ്പൻ ആവശ്യപ്പെടുന്നത് മാത്രം ചെയ്യുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പം ഈ സമയത്ത് സെൻറ്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോയിക്കൊക്കെ നല്ല സൗഖ്യം ഉണ്ടെന്ന് പറഞ്ഞില്ല, എന്നാൽ കർത്താവെ, ആനിക്കും ജിഷയ്ക്കും പൂർണ്ണമായ സൗഖ്യവും വിടുതലും കൊടുത്തവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിയപ്പെടുന്ന മറ്റു രോഗികളെയൊക്കെ ഓർക്കുന്നു. രോഗത്തിന് സൗഖ്യം കൊടുത്തവരെ എല്ലാം ഓർത്ത് വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു. കർത്താവെ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുക. സമാധാനമില്ലാത്ത ഭവനങ്ങളെ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ച് ഇത്രത്തോളം നടത്തിയെന്ന് പറയുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. എല്ലാ നാമത്തിലും മേലായ അവിടുത്തെ നാമത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് കർത്താവെ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ശ്രേഷ്ഠ ഇടയനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതൃകയിലെ ഇടയപാലനം ചെയ്യുവാനുള്ള എല്ലാ കൃപയും അച്ഛന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെ ഓർക്കുന്നു. കർത്താവെ, ഭാരത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവർക്ക് അങ്ങ് കൈതാങ്ങലായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലർക്കും ജോലിയിൽ പ്രയാസമുണ്ട്, ബിസിനസ്സുകാർക്ക് അതിനകത്ത് പ്രയാസമുണ്ട്. അതിലൊക്കെ കർത്താവെ അവിടുത്തെ കൃപയും കാവലും കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശത്തൊക്കെ ആയിരിക്കുന്നവരുണ്ട്, കേരളത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും ഞങ്ങൾ അപ്പൻ്റെ കരങ്ങളിലേക്ക് തരിക കർത്താവെ. അപ്പോൾ ഒരു പുതിയ വൈറസിനെ കുറിച്ച്, അതേ ഒരു സ്ട്രെയിനിനെ കുറിച്ച് കേട്ട് ഇന്ന് ലോകം മുഴുവനും ഭാരപ്പെടുകയാണ്. ബോംബെയിൽ 14 കേസസ് വന്നു. അതിൽ 8 കേസസ് ബോംബെ സിറ്റി തന്നെയാണെന്ന് ഞങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിൻ നിന്ന് അറിയുന്നു. കർത്താവെ, എന്തായിരുന്നാലും യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണെന്ന് പറയുവാൻ, യഹോവ ഞങ്ങളുടെ പരിപാലകനെന്ന് പറയുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് താങ്ങി നടത്തുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഇമ്പമുള്ള ശബ്ദം കേട്ട് ഓരോ നാളും ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, 2021 അവിടുത്തെ ദാനം ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി തരുന്നെങ്കിൽ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനും അങ്ങയുടെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കുമായിട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് മേരീസ് ചർച്ചായിട്ട് കർത്താവെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ തുണ ഉണ്ടായിരിക്കണം. അവിടുന്ന് എല്ലാ മഹത്വവും തിരുമേനിക്ക് തരിക. പ്രാർത്ഥന കേട്ടത് ഓർത്ത സ്തോത്രം, സ്തോത്രം. ഞങ്ങൾക്കായി ജീവനെ വെച്ച അരുമരക്ഷകന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം നാം എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.